ഹായ് ഗൈസ്. അപ്പോൾ നമ്മൾ വിശന്നിരിക്കുകയാണ്. അപ്പോൾ അഞ്ജലി പുട്ടുണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഏതാണ് നിറപ്പറേൻ്റെ പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. എന്തോ പറയാണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് എടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇതിലേക്ക് പുട്ടുപൊടി ഇടാൻ പോവാണ്. പുട്ടുപൊടി അല്ലല്ലോ, പത്തിരിപ്പൊടി ആവശ്യത്തിന് ഇടുക. മതി അവൻ ഫെയിലായാലും നമ്മൾ തിന്നും. ഓക്കെ ഗൈസ്, ഇത്രയും ഉപ്പ് ഇത്രയും വേണോ? അഞ്ചലാണ് ഞങ്ങൾ ഉപ്പ് എടുക്കുന്ന ആള്. ആവശ്യത്തിന് എടുത്താൽ മതി. അപ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് വെന്തിട്ട് അതിൻ്റെ കൂടെ ഇട്ടത്തില്ല, പഞ്ചസാര ഇട്ടാൽ മതി. അപ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിക്കേ. ഇനിയും വേണോ അറിയില്ല. ഞാൻ വേണോ കൈ സഹായത്തിന്? അപ്പം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമാണ് ഒഴിക്കുന്നത്. ഇത് ഓവർ നനയണ്ടല്ലേ? എങ്ങനെയാണ് പറയൂ ഇതിൻ്റെ കൺസിസ്റ്റൻസി? ഞങ്ങൾക്ക് പറയാനറിയില്ല, ഞങ്ങൾക്ക് കാണിച്ചു തരാൻ അറിയുള്ളൂ. എന്താണെന്നറിയില്ല, നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുട്ട് കിട്ടും അല്ലേ? കിട്ടൊക്കെ ചെയ്യുകയാണ്. ഈ രീതിയിൽ മതി തോന്നുന്നു. അതെ, അപ്പൊ കുറച്ച് ഉപ്പിന്റെ കുറവുണ്ട്, കുറച്ച് ഉപ്പിടാം. ഉണ്ടാക്കിയിട്ടില്ല, അമ്മ ഉണ്ടാക്കുന്ന കണ്ടിട്ടാണ് പിടിച്ചത്. ഞങ്ങൾ കുക്കറിലാണ് പുട്ടുണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അതാ ഇങ്ങനത്തെ ഒരു സാധനം നമുക്ക് ഇതിന്റെ മേലെ ഇല്ല ഇപ്പൊ ഒഴിക്കാം. മേലിങ്ങനെ വെച്ച് ഇതിന്റെ മേലെ അത് പിന്നെ കട്ടിത്തരാം. അത് നമ്മുടെ കുക്കർ ഇവിടെ വെയിറ്റിങ്ങിലാണ്. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പുട്ടുന്നാവി പോലും വരാൻ തുടങ്ങിയിട്ടില്ല ഗൈസ്. നമ്മൾ കുറച്ചും കൂടെ കൂടുതൽ സമയം കാത്തു നിൽക്കേണ്ടി വരുമെന്നാണ് നമുക്ക് തോന്നുന്നത്. ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെയാണ് കുറച്ച് ലേറ്റ് ആവും, അതുകൊണ്ട് നമ്മളെന്തായാലും കാണിക്കുന്നതായിരിക്കും. പൊളിഞ്ഞാലും ഞങ്ങൾ കാണിച്ചു തരും. ഗൈസ്, നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് ഞങ്ങൾക്കറിയില്ല. ചെറുതായിട്ട് ആവി പോകുന്നുണ്ട്. ആവിയില്ലേ? ഒന്നുകൂടെ നമുക്ക് വേവിക്കാം. എന്താ അഭിപ്രായം? നോക്കാം.
അങ്ങനെ നമ്മൾ തളരാതെ അടുത്ത പുട്ടുണ്ടാക്കാൻ പോകണം. അങ്ങനെ തളരാതെ രണ്ടാമത്തെ പുട്ടുണ്ടാക്കാൻ പോകുന്ന എന്നെ മറക്കില്ല. ചുമ്മാ കുത്തിയിടാ, ചുമ്മാ അങ്ങനെ ഇട്ടാണ്. കുറച്ചിട്ടാ മതി. ആർഭാടൊക്കെ ഉണ്ടാവും. അത് ഫുള്ള് ഇടണോ? അത് വേഗം അല്ലെങ്കിൽ സെറ്റായി. ഇത് വേഗം ഫ്ലോപ്പ് ഒന്നും ആയിട്ടില്ല, നല്ലതായിട്ടുണ്ട്. വേണ്ട, ഞങ്ങൾ തിന്ന് കാട്ടിത്തരാം. കറി കൊടുത്ത് ഇനി എന്ത് പറ്റിയാലും വെരി ഗുഡ്. കുഴപ്പമില്ല, കുറച്ചും കൂടെ സമയം ഞങ്ങൾ വെക്കണേന്നു. ഞങ്ങൾ രണ്ടാമത്തെ പുട്ട് വെച്ച് കാട്ടി തന്നെയാണ്. രണ്ടാമത്തെ പുട്ട് നല്ല ശുഭപ്രതീക്ഷയോടെ ആ ശുഭപ്രതീക്ഷയോടെ നമ്മളെ തുറന്നു നോക്കണം. കുത്തി നോക്കിക്കേ, മതിയോ? ഇല്ല കൈക്ക് പൊള്ളും. ആകെ താഴെ പിടിക്കുന്നില്ലെങ്കിൽ വെന്ത് ഇല്ല, വെന്തു. വെന്തോ വെന്തോ ഒട്ടി പിടിക്കുന്നില്ലെങ്കിൽ കുറച്ചുകൂടെ കട്ടിയാവില്ലേ? പുട്ടുപൊടി മാത്രം തിന്ന് കണ്ടുവരുന്ന ഒരു വീട്ടത്തെ ജീവി. കുറച്ച് മാവുണ്ട് അവിടെ, ബാക്കി എടുത്ത് കൊടുക്കുക എനിക്ക്. കുറച്ച് പുട്ടുപൊടി അസൂറ നിസ്കരിക്കുകയാണ്, അതുകൊണ്ട് ഞാനാണ്. അപ്പം നമ്മുടെ രണ്ടാമത്തെ പുട്ട് നമ്മൾ ഇടയ്ക്ക് കറണ്ടൊക്കെ പോയി, എന്നാലും നമ്മൾ രണ്ടാമത്തെ പുട്ട് സെറ്റാക്കി. അപ്പൊ ഗൈസ്, നമ്മുടെ പുട്ട് ഇവിടെ ടേസ്റ്റ് ചെയ്തോക്കെ ഇവര് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങാന്ന് ചെറിയൊരു കുറവുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഹോസ്റ്റലിൽ താമസിക്കുന്ന എല്ലാവർക്കും ഇത് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ബെറ്റർ റെസിപ്പിയാണ്. ആദ്യത്തേനേക്കാൾ കുറച്ചുകൂടെ വെന്തു, അത്രേ ഉള്ളൂ. കുറച്ച് ഉപ്പ് കുറച്ച് കൂടുതലാണ്. പഞ്ചസാര ഇത്ര ഉണ്ടാക്കി ഞങ്ങൾ ഓർത്ത് എന്താ വേഗാത്തോടെ കാരണമല്ല, ഞങ്ങൾക്ക് ഇത്ര അറിയത്തില്ല. ഞങ്ങൾ ഇപ്പോഴാണ് റീയാണ് കണ്ടുപിടിച്ചത്. കാട്ടിക്കൊടുക്കും റീ പൊട്ടുകൊണ്ടിട്ടെ. ഞങ്ങൾ കുക്കറിൽ വെള്ളം ഉണ്ടായിരുന്നില്ല ഗൈസ്, കണ്ടോ? അല്ലെങ്കിൽ ബാംഗ്ലൂർ വെള്ളക്ഷാമായതുകൊണ്ടാണ് ഞങ്ങൾ വെള്ളത്തിന്റെ കാര്യം എന്താ പറയുന്നത്. കുപ്പില് വെള്ളമൊന്നുമില്ല. ഇനി അപ്പുറത്തെ റൂമിൽ നിന്ന് പോയി എന്നാലും കുറച്ചേ ഉള്ളൂ. ഇതിലൂടെ ഉണ്ടാക്കണ്ടേ? അറിയാം. അപ്പൊ ഗൈസ് പറയാൻ മറന്നുപോയി, ഞങ്ങളുടെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.